ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ. ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീഹി യതചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ. ശാരീരം കേവലം കർമ്മ കുർവൻ ന ആപ്നോതി കിൽബിഷം. നിരാശീഹി, ആശകൾ ഒന്നുമില്ലാതെ. യതചിത്താത്മാ, നിയന്ത്രിക്കപ്പെട്ട മനസ്സും ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട്. ത്യക്ത സർവപരിഗ്രഹഃ, ഉപേക്ഷിക്കപ്പെട്ട എല്ലാ പരിഗ്രഹങ്ങളും, അതായത് തൻ്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ചവനായിട്ട്. ശാരീരം കേവലം കർമ്മ, കേവലം ശരീര നിലനിൽപ്പിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരാൾ. ന ആപ്നോതി കിൽബിഷം, അയാൾ പാപത്തെ പ്രാപിക്കുന്നില്ല. ഇവിടെ ആശകളില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി സ്വജീവിതം കൊണ്ട് നേടിയതെല്ലാം ഉപേക്ഷിക്കുന്നവനായിട്ട്, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നവനായ ഒരു യോഗി പാപത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്ക് കാണാം. ആദ്യത്തേത് ആശ. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് പോകുവാനുള്ള പ്രധാന തടസ്സവും ഈ ആശകൾ തന്നെയാണ്. അതുപോലെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്തതും നമ്മെ അധോഗതിയിലേക്ക് നയിക്കും. പിന്നീട് വരുന്നത് എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഹംഭാവം ഉപേക്ഷിക്കാൻ കഴിയാത്തത് മറ്റൊരു തടസ്സമാണ്. ഇങ്ങനെ യാതൊരു പ്രകാരത്തിലുള്ള ആശകളുമില്ലാതെ പൂർണ്ണമായും മനസ്സിനെ നിയന്ത്രിച്ചവനായിട്ട് തൻ്റേതായി ഉള്ളതെല്ലാം ഉപേക്ഷിക്കുന്നവനായ ഒരാൾ സ്വശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം അത്യാവശ്യമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അയാൾ പാപത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ 4 ആശ്രമങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന 3-ാമത്തെ ആശ്രമം, അതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരായിരുന്നാൽ പോലും അവർ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ചതിന് ശേഷമാണ് സന്യാസത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ തൻ്റേതായ രാജ്യത്തെയും ധനത്തെയും സുഖ സൗകര്യങ്ങളെയും എല്ലാം സ്വമനസാലെ ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിൽ പോയി താമസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കെല്ലാം ഇപ്പോഴുള്ള പ്രധാന തടസ്സവും ഇതുതന്നെയാണ്. എന്തെല്ലാം നമ്മൾ ഈ ജീവിതം കൊണ്ട് നേടിയിട്ടുണ്ടോ അതെല്ലാം എൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുകൈയും ചേർത്ത് അതിനെയൊക്കെ അടക്കി പിടിച്ച് നിർത്തുകയാണ്. ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് മോക്ഷമാർഗത്തിലേക്ക് പോകാൻ സാധിക്കുക. അതിനായിട്ട് ഒരു
തയ്യാറെടുപ്പ് മാത്രമാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. തൻ്റേതായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കുന്ന ഒരാളാണ് മോക്ഷമാർഗത്തിന് യോഗ്യനായിത്തീരുന്നത്. അവരാണ് വാനപ്രസ്ഥത്തിലൂടെയും പിന്നീട് സന്യാസത്തിലേക്കും ഒക്കെ പ്രവേശിച്ച് പരമപദം പ്രാപിക്കുന്നത്. ഈ വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ നേടേണ്ടതായ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ആശകൾ ഒന്നുമില്ലാതെ മനസ്സിനെയും ഇന്ദ്രിയത്തെയും എല്ലാം സ്വയം നിയന്ത്രിച്ച് ഉണ്ടായിരുന്നതിനെല്ലാം ഉപേക്ഷിച്ച് കേവലം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾ പാപത്തെ പ്രാപിക്കുന്നില്ല. അയാൾ മോക്ഷപദം നേടുന്നതിന് അർഹനായി തീരുന്നു എന്നാണ് പറയുന്നത്. ഇപ്രകാരമുള്ള ഗുണഗണങ്ങൾ സിദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മളായിട്ട് നേടിയതെല്ലാം ഇത് നമ്മുടേതല്ല, ഇവിടെ എല്ലാം നമുക്ക് നൽകിയ ആ ശക്തിവിശേഷത്തിന് മുൻപിൽ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതെല്ലാം സൗകര്യങ്ങൾ നമുക്കിവിടെയെല്ലാം ലഭിച്ചുവോ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നതല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഈശ്വരൻ തന്നു. അത് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനോട് അധികം ഒട്ടലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. മാനസികമായിട്ട് അവർ തയ്യാറെടുക്കുകയും ചെയ്യും. അതിനെയാണ് വാനപ്രസ്ഥം എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം യദൃശ്ചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധൗ അസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃശ്ചാലാഭസന്തുഷ്ടഃ ദ്വന്ദ്വാതീതഃ വിമത്സരഃ സമഃ സിദ്ധൗ അസിദ്ധൗ ച കൃത്വാ അപി ന നിബധ്യതേ. യദൃശ്ചാലാഭസന്തുഷ്ടഃ യാദൃശ്ചികമായി ലഭിക്കുന്നതിന് സന്തോഷമായിരിക്കുകയും അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമ്മളിൽ വന്നു ചേരുന്നത് കൊണ്ട് സന്തുഷ്ടരായിരിക്കാൻ കഴിയുന്നവനും ദ്വന്ദ്വാതീത ദ്വന്ദ്വങ്ങൾക്കൊക്കെ അതീതനായിരിക്കുന്നവനും വിമത്സരഃ മാത്സര്യബോധം ഇല്ലാത്തവനുമായ സമസിദ്ധൗ അസിദ്ധൗ ച സിദ്ധിച്ചതിലും സിദ്ധിക്കാത്തതിലും സമഭാവനയോട് കൂടിയവനുമായ ഒരു യോഗി കൃത്വ അപി ന നിബധ്യതേ. അയാൾ കർമ്മങ്ങൾ ചെയ്യുന്നു എങ്കിലും അതിനോട് ഒട്ടലുണ്ടാകുന്നില്ല, കർത്തൃത്വ അഭിമാനമുണ്ടാകുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം അതിൽ വരുന്നില്ല. സ്വാഭാവികമായി നമ്മളിലേക്ക് വന്നു ചേരുന്നതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ടും അതിൽ മനസ്സിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതുമായി സുഖദുഃഖങ്ങൾ, ശീതോഷ്ണങ്ങൾ, അതുപോലെ ലാഭം നഷ്ടം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളിലെല്ലാം ദ്വന്ദ്വങ്ങൾക്ക് അതീതനായി ഭവിക്കുക. അതായത് ഈ ദ്വന്ദ്വങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം മനസ്സിന് ചാഞ്ചല്യാവസ്ഥ ഇല്ലാത്ത ആളായിത്തീരുക. വിമത്സരഃ മാത്സര്യബോധം, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യണം, അവർക്കുള്ള സൗകര്യങ്ങൾ എനിക്ക് വേണം, അതിനായിട്ട് ഞാൻ എന്ത് ഹീനകർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്കാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ആ മാത്സര്യബുദ്ധി നമ്മളെ മഹാപാതകങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ശക്തിയുള്ളതായിത്തീരുന്നു. അതിനെ വേരോടെ പിഴുതെറിയണമെങ്കിൽ ആ മാത്സര്യബോധം നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റണം. അതുപോലെ തന്നെ സമസിദ്ധവും അസിദ്ധവും ച കിട്ടിയതിലും കിട്ടാത്തതിലും നമുക്ക് സമഭാവനയോടുകൂടി കാണാൻ കഴിയുക. എൻ്റെ വീട്ടിൽ ഇന്ന സാധനങ്ങളുണ്ട്, അടുത്ത വീട്ടിൽ അതില്ല, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതില്ല എന്നുള്ള ആ സങ്കല്പങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് ഉള്ളതിലും ഇല്ലാത്തതിലും ഒരേപോലെ നമുക്ക് മനസ്സിനെ
സന്തുഷ്ടമാക്കി വയ്ക്കാൻ കഴിയുക എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു യോഗിയാവട്ടെ, അയാൾ കൃത്വ അപി കർമ്മങ്ങൾ ചെയ്യുന്നവനായാൽ പോലും ന നിബദ്ധ്യതേ, അതിൽ ബന്ധിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ കർത്തൃത്വ അഭിമാനം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം ഇല്ലാതെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ യാദൃശ്ചികമായി നമ്മളിലേക്ക് വന്നു ചേരുന്നതിനെ കൊണ്ടെല്ലാം സന്തുഷ്ടരായി ജീവിക്കുവാനും ദ്വന്ദ്വങ്ങളിൽ നിന്ന് അതീതനായും മാത്സര്യബോധത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവനായും കിട്ടിയതിലും കിട്ടാത്തതിലും യാതൊരു വ്യത്യാസവും കാണിക്കാതെ സമഭാവനയോടുകൂടി ജീവിക്കുവാനും കഴിയുന്ന ഒരാൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും ആ കർമ്മത്തോട് ബദ്ധനാകുന്നില്ല, അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്നില്ല. ആ ഒരു മാനസിക അവസ്ഥയാണ് യോഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുവാൻ യോഗ്യരാക്കുന്നത്. യദൃശ്ചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധൗ അസിദ്ധൗ ജാകൃത്വാപി ന നിബധ്യതേ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായ ആചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഗതസംഗസ്യ മുക്തസ്യ, സംഘങ്ങൾ എല്ലാം ഗതമായ ഒരാൾ, അല്ലെങ്കിൽ ആസക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരാൾ, മുക്തസ്യ ലൗകിക ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്ന ഒരാൾ, ചേതസഃ ജ്ഞാനാവസ്ഥിത ചേതസഃ ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോട് കൂടിയവനും ആയിട്ടുള്ളയാൾ, യജ്ഞായ ആചരത കർമ്മ യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ആചരിക്കുമ്പോൾ സമഗ്രം പ്രവിലീയതേ എല്ലാ കർമ്മങ്ങളും അതിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ജ്ഞാനിയുടെ ആ കർമ്മങ്ങൾ എല്ലാം ആ യജ്ഞത്തിൽ ലയിച്ചു ചേരുന്നു. യാതൊരു വിഷയ സുഖങ്ങളിലും ആസക്തിയില്ലാത്തവനായും വിഷയബന്ധങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മുക്തനായി ജ്ഞാന മാർഗത്തിൽ ഉറച്ച മനസ്സോട് കൂടിയവനായിട്ട് ലോകനന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ആചരിക്കുന്ന ഒരു ജ്ഞാനിയുടെ എല്ലാ കർമ്മങ്ങളും ആ ജ്ഞാനത്തിൽ ലയിച്ചു ചേരുന്നു. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം പുതാഹ എന്ന് മുൻപ് പറഞ്ഞു. അപ്പോൾ ആ ജ്ഞാനാഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും ലയിച്ചു ചേരുന്നു, അല്ലെങ്കിൽ അത് ഭസ്മീകരിക്കപ്പെടുന്നു. അത് എല്ലാ കർമ്മങ്ങളും, കർമ്മഫലങ്ങൾക്ക് യോഗ്യമായ എല്ലാ കർമ്മങ്ങളും അതിൽ ദഹിച്ചു ചേരുന്നു. അപ്പോൾ കർമ്മഫലങ്ങൾ ബാക്കിയില്ലാതെ വരുമ്പോൾ പുനർജന്മങ്ങൾ ഇല്ലാതെയാകുന്നു. അതിനുള്ള യോഗ്യത നേടണമെങ്കിലും ഇവിടെ എല്ലാ സംഘവും ത്യജിക്കേണ്ടതുണ്ട്. ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചിക്കപ്പെടണം. ഈ ലൗകിക ബന്ധങ്ങൾ എല്ലാം നമുക്കൊരു ബന്ധനങ്ങളാണ്. അതെല്ലാം നമ്മളെ കെട്ടി വരിയുന്നതാണ്. ആ കെട്ടുകൾ അറ്റേ മുക്തി വരൂ ദൃഢം എന്ന് ഭാഗവത കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ ഇപ്രകാരമുള്ള കെട്ടുകൾ ഒക്കെ സ്വയം മനസ്സാകുന്ന വാളുകൊണ്ട് മുറിച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ജ്ഞാനാവസ്ഥിത ചേതസഃ എന്ന് പറയുക ആ അവസ്ഥയിലേക്ക് എത്തുന്നത്, ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോടു കൂടിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ളയാൾ താൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഒക്കെ ലോക നന്മയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അയാളുടെ എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ ഈ ജ്ഞാനാഗ്നിയിൽ വെന്ത് വെണ്ണീറായി പുനർജന്മങ്ങൾ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്കുള്ള യോഗ്യത ഇല്ലാതാക്കി തീർത്ത് അയാളെ മോചിതനാക്കുന്നു, അല്ലെങ്കിൽ മുക്തനാക്കുന്നു. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം
ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മ ഏവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മ അർപ്പണം, അർപ്പിക്കുന്നത് ബ്രഹ്മമാകുന്നു. ഒരു ഹവിസ് ഹോമാഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ആ വസ്തു ബ്രഹ്മമാകുന്നു. ബ്രഹ്മഹവിഹി, ഹവിസ് ആ സമർപ്പിക്കുന്ന വസ്തുവും സമർപ്പിക്കുന്ന ക്രിയയും ഒക്കെ ബ്രഹ്മമാകുന്നു. ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മാഗ്ന അഗ്നിയിലേക്ക് ബ്രഹ്മം തന്നെയാകുന്ന ആ ഹവനക്രിയയും ആ ബ്രഹ്മം തന്നെയാകുന്ന ഹോതാവും അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ബ്രഹ്മകർമ്മ സമാധിന, ആ ബ്രഹ്മമാകുന്ന കർമ്മത്താൽ ഏകാഗ്ര മനസ്കനായിക്കൊണ്ട് ബ്രഹ്മ ഏവ ഗന്ധവ്യം, പ്രാപിക്കപ്പെടേണ്ടതും ആ ബ്രഹ്മം തന്നെ ആകുന്നു. അർപ്പണം ചെയ്യുന്ന ആ ക്രിയ അത് ബ്രഹ്മമാകുന്നു. അർപ്പിക്കുന്ന വസ്തു ബ്രഹ്മമാകുന്നു. ഏതൊരു ഹോമകുണ്ഡത്തിലുള്ള അഗ്നിയിലേക്കാണോ സമർപ്പിക്കുന്നത് ആ അഗ്നി ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയാകുന്നു. ഇനി ആ ഹോമകുണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ആ ഹോമകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് ഹവിസുകൾ സമർപ്പിക്കുന്ന വ്യക്തി അയാളും ബ്രഹ്മം തന്നെയാകുന്നു. പിന്നെ ഈ സമർപ്പിക്കുന്ന ക്രിയ അതും ബ്രഹ്മമാകുന്നു. ഇപ്രകാരം ആ ബ്രഹ്മമാകുന്ന കർമ്മത്തിൽ ഏകാഗ്ര മനസ്സോട് കൂടിയവനായ യോഗി അയാൾ പ്രാപിക്കണം എന്ന് ഇച്ഛിക്കുന്ന ലക്ഷ്യസ്ഥാനവും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ ഒരു ഹോമകുണ്ഡത്തെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ ഹോമകുണ്ഡത്തിന് ചുറ്റും ഹോതാക്കൾ ഇരുന്ന് ഹവിസുകൾ സമർപ്പിക്കുന്ന ക്രിയയെ സങ്കല്പിക്കുക. അവിടെ ഒരു ഹോതാവ് ഹവിസ് ഹോമകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. ആ ഹോതാവ് ബ്രഹ്മമാകുന്നു. ആ സമർപ്പിക്കുന്ന ഹവിസ് ബ്രഹ്മമാകുന്നു. ആ യജ്ഞകുണ്ഡത്തിൽ ജ്വലിക്കുന്ന അഗ്നി ഹോമമാകുന്നു. ആ യജ്ഞകുണ്ഡം തന്നെയും ഹോമമാകുന്നു. പിന്നെ ഈ സമർപ്പിക്കപ്പെടുന്ന ക്രിയയും ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മം തന്നെയാകുന്ന ഹോതാവിനാൽ ചെയ്യപ്പെടുന്ന ബ്രഹ്മം തന്നെയാകുന്ന കർമ്മത്തിലൂടെ സമർപ്പിക്കപ്പെടുന്ന ബ്രഹ്മം തന്നെയാകുന്ന ഹവിസ് ബ്രഹ്മമാകുന്ന അഗ്നിയിലേക്ക് സമർപ്പിച്ച് ആ ഹോതാവ് ഇച്ഛിക്കുന്ന പ്രാപ്യസ്ഥാനവും പരമാത്മസ്വരൂപമായ ബ്രഹ്മം തന്നെയാകുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് സർവവും ബ്രഹ്മമയമാണ് അല്ലെങ്കിൽ ഈശ്വരമയമാണ് എന്നുള്ള ആശയത്തെയാണ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വന്ന അന്നു മുതൽ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്ന നാൾ വരെയും എന്തെല്ലാം ഇവിടെ ദർശിതമാകുന്നുവോ അതെല്ലാം ഈ ബ്രഹ്മം തന്നെയാണ്. ആകാശാദി പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് നോക്കുക. അവയിൽ ഒന്നുപോലും നമ്മൾ കൊണ്ടുവന്നതല്ല. എന്നാൽ നമ്മളുടെ ഈ ശരീരം അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും മൂലമായ വസ്തു ഈ പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാൽ സൃഷ്ടമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു വസ്തുവും. നമ്മുടെ അക്ഷികൾക്ക് ഗോചരമാകുന്ന അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ്. ഇതിലൊന്നും നമ്മൾ വന്നപ്പോൾ കൊണ്ടുപോകുന്നതല്ല, പോകുമ്പോൾ കൊണ്ടുപോകുന്നതുമല്ല. ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈശ്വര സ്വരൂപങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം. അപ്പോൾ നമ്മളായിട്ട് സങ്കല്പിക്കുമ്പോഴും ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ്,
നമ്മൾ ചെയ്യുന്ന കർമ്മവും ബ്രഹ്മത്തിൻ്റെ അംശമാണ്. നമ്മൾ ഏതെങ്കിലും വസ്തു ഇവിടെ ഉണ്ടായിരുന്നതിനെ എടുത്ത് ആ ഹോമ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ ആ ക്രിയയും ബ്രഹ്മമാകുന്നു. ഏതൊരു സങ്കല്പത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ ക്രിയ ചെയ്യുന്നത്, അതും ബ്രഹ്മമാകുന്നു. ഈ ശ്ലോകം വളരെയേറെ പ്രസിദ്ധമാണ്. പ്രധാനമായും നമ്മളെല്ലാം അന്നം ഭുജിക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും എല്ലാ സമയവും ജപിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണിത്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ദൈവം ഏവ അപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം യജ്ഞേന ഏവ ഉപജുഹ്വതി. ദൈവമേവ അപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ. അപരേ മറ്റു ചില യോഗിനഃ യോഗികൾ ദൈവം യജ്ഞമേവ പര്യുപാസതേ ദൈവത്തിൻ്റെ പ്രീതിക്കായിക്കൊണ്ട് തന്നെ ഇപ്രകാരം യജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നു. അതാണ് നമ്മൾ സ്വാഭാവികമായി കാണുന്നത്. എന്നാൽ മറ്റു ചിലരാവട്ടെ യജ്ഞേനയവ ആ യജ്ഞം കൊണ്ട് തന്നെ അല്ലെങ്കിൽ യജ്ഞത്താൽ തന്നെ ബ്രഹ്മാഗ്നൗ ഉപജുഹ്വതി ബ്രഹ്മാഗ്നിയിൽ ആ യജ്ഞത്തെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു. യജ്ഞം കൊണ്ട് യജ്ഞത്തെ തന്നെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പോൾ ചില യോഗികൾ അവർ മനസ്സിൽ സങ്കല്പിക്കുന്ന ദേവതകൾക്കായിക്കൊണ്ട് ഹോമദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യജ്ഞം നടത്തുമ്പോൾ മറ്റു ചിലരാവട്ടെ അവർ ഈ യജ്ഞത്തെ തന്നെ ആ യജ്ഞ കുണ്ഡത്തിലേക്ക് ആഹുതി ചെയ്യുന്നു. സാധാരണ ഈ യജ്ഞങ്ങൾ മഹായജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഈ യജ്ഞം നടത്തപ്പെടുന്ന വേദികളെ പോലും അഗ്നിക്ക് ഇരയാക്കാറുണ്ട്. അവിടെ കെട്ടിവച്ചിരിക്കുന്ന താൽക്കാലികമായ എല്ലാ മണ്ഡപങ്ങളും ഈ യജ്ഞം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആ മണ്ഡപവും കൂടി അഗ്നിക്ക് സമർപ്പിക്കും. ആ കൃത്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാം യജ്ഞസങ്കല്പത്തിലാണ് അനുഷ്ഠിക്കുന്നത്. അതുവരെ നടന്ന എല്ലാ ക്രിയകളും ആ ഹോമകുണ്ഡത്തിലെ യജ്ഞാഗ്നിയിലേക്ക് സമർപ്പിച്ചിട്ട് അതിനായിക്കൊണ്ട് ഉപയോഗിച്ച എല്ലാ സാധന സാമഗ്രികളെയും ആ യജ്ഞകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.